കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പുതിയ സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണവും വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗവും നടത്തി. യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശ്വതി ദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആർ ശിവൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം.എസ്. സുകന്യ, കെ. സത്യപാൽ, ടി.എൻ. രമേശൻ, പൊന്നപ്പൻ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി. ഗിരിജ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് സംസാരിച്ചു. നമുക്കറിയാം ബോർവെൽ കുഴിച്ചാൽ വെള്ളത്തിൽ പരിഹാരം കാണാൻ കഴിയുന്നില്ല. പക്ഷേ ബോർവെല്ലിലെ വെള്ളം നമ്മൾ ഉപയോഗിച്ചാൽ എന്താണ് അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഈ അടുത്തിടെ ഒരു സ്കൂളിൽ നമ്മളതിൻ്റെ വെള്ളത്തിൻ്റെ കുറച്ച് ശേഖരിച്ച കുട്ടികളുടെ ടെസ്റ്റിനൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ എല്ലിനും പല്ലിനും ബലക്ഷയം ഉണ്ടാകുന്നതാണ് നമ്മുടെ ബോർവെല്ലിലെ വെള്ളം. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ വെയിലും കാറ്റും കൊള്ളുന്ന കിണറുകളെ പരിപാലിച്ച് അത് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം കൊണ്ടുവരാൻ ആവശ്യമായ നടപടി ഉണ്ടാവണം. പിന്നെ നമ്മുടെ ആശുപത്രിയുടെ കാര്യത്തിൽ എടുത്താൽ തന്നെ നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ വകയിരുത്തി നമ്മൾ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാൻ വെച്ചു. പക്ഷേ അതും തിരിയാത്തൊരവസ്ഥയാണ്. ഒട്ടുമിക്ക പഞ്ചായത്തിലെ ആളുകളും നമ്മുടെ ആശുപത്രിയിലെ ഗുണനിലവാരം മെച്ചപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, അല്ലേ? നമ്മുടെ ഡോക്ടർമാർ മികച്ച സേവനം നൽകുന്നത് കൊണ്ടാണ് വിവിധ പഞ്ചായത്തിലെ ആളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രിയിൽ സമീപിക്കുന്നത്. മരുന്ന് പോരാത്ത അവസ്ഥയിൽ വീണ്ടും പൈസ വെച്ച് മരുന്ന് വാങ്ങിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ മരുന്ന് ലഭ്യമാക്കിക്കൊണ്ടാണ് തുടർ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും നല്ല മികച്ചൊരു സേവനത്തിന്റെ ഭാഗമായാണ് നമ്മൾ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിന് ആർദ്രം പുരസ്കാരം നമുക്ക് നൽകിയത്, അല്ലേ? അപ്പൊ ഇനി വരും കാലങ്ങളിലും ആശുപത്രിയിലെ മികച്ചതാക്കേണ്ടതുണ്ട്. വികസനകാര്യ ചെയർമാൻ കെ. രവീന്ദ്രൻ വാർഷിക പദ്ധതി മുൻഗണനാ പദ്ധതികളുടെ അവതരണവും നടത്തി. പഞ്ചായത്ത് സെക്രട്ടറി കെ. ഇ. ഉണ്ണി വികസന മാർഗരേഖ പ്രകാശിപ്പിച്ചു. ടൂറിസം മാസ്റ്റർ പ്ലാൻ, സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പരിപാടി, വേനൽക്കാല പച്ചക്കറി കൃഷി പ്രോത്സാഹനം, സുഭിക്ഷ കേരളം പദ്ധതി, ആസ്തി പരിപാലന പദ്ധതികൾ, ആധുനിക കളിസ്ഥലം എന്നിവയാണ് മുൻഗണനാ പദ്ധതികളായി നിശ്ചയിച്ചിട്ടുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.